സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലൈനിങ് പീസ് 2.5 മീറ്റർ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ 2.5 മീറ്റർ ലൈനിങ്ങിൻ്റെ ഭാഗമാണത്. ഇത് ഞാൻ എൻ്റെ വീതി ഒന്ന് നോക്കട്ടെ. 14 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇപ്പം 16 ഇഞ്ചോളം, അതായത് 2 ഇഞ്ച് കൂടുതലുണ്ട് രണ്ട് ഭാഗത്തേക്കും. തയ്യൽ തുമ്പിനടക്കമുള്ള വീതി അപ്പം ഇങ്ങനെ തന്നെ എനിക്ക് വീതി ഇങ്ങനെ കണക്കാക്കാം. ഇനി നീളം എത്ര ഇഞ്ച് നീളം വേണം എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹാഫ് വേണോ ഫുള്ള് വേണോ 3/4 വേണോ എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്ര വേണം എന്നുള്ളത് നാളെ ഫുൾ എടുക്കാം. ഓക്കെ, തന്നെ മതി. അപ്പം എനിക്കൊരു 25 ഇഞ്ചോളം ഞാൻ നീളം എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പടക്കാണ് കുറച്ച് എന്താ പറയുക, നല്ല ഫുൾ സ്ലീവ് ആയിട്ടാണ് എടുക്കുന്നത്. 25 ഇഞ്ചോളം നീളം എടുക്കുന്നുണ്ട്. ഓക്കെ, സ്ലീവിൻ്റെ പീസാണത്. ഇനി സ്ലീവ് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നല്ല നീളത്തിൽ മടക്കി വെച്ച് ഇനി ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഈ ഒരു ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, നമുക്ക് നമ്മുടെ എൻ്റെ ആം ഹോള് 7 ഇഞ്ച്, അതായത് 14 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 7 ഇഞ്ചിൽ ഞാനൊരു മാർക്ക് കൊടുക്കണം. മാർക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3.5 ഇഞ്ചിക്ക് ഞാൻ മാർക്ക് കൊടുക്കണം. ഇത് രണ്ടും കൂടി ഒരു ലൈൻ വരച്ചു കൊടുക്കണം. നമ്മളവിടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ചുഴി ഇറക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല മാറ്റങ്ങളല്ല, അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ സ്ലീവിന് ഇതുവരെ ചെയ്തിട്ടുള്ള ആം ഹോൾ പോലെ കട്ട് ചെയ്യുന്നതിന് പകരം ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ചെറിയൊരു മാറ്റം എന്നല്ല, വലിയൊരു മാറ്റം തന്നെ വരുത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, 7 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ആ 7 ഇഞ്ച് സാധാരണ ഞാൻ നീളത്തിലെടുത്തിട്ട് ബോക്സ് വരച്ചിട്ട് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കലാണ് സാധാരണ ഞാൻ ചെയ്യുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, 7 ഇഞ്ച് ഇപ്പം എനിക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇത് 7 ഇഞ്ച് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ലൈനിൽ തന്നെ വന്ന് പെടണം. അതിൻ്റെ അപ്പുറത്തോ പെടാനും പാടില്ല കേട്ടോ, അത് വേറെ വിഷയം. ഈ ഒരു ലൈനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ 2 സെൻറ്റർ ഭാഗങ്ങളും കാണാം. 7ൻ്റെ സെൻറ്റർ ഭാഗം എന്ന് പറയുമ്പോൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു ഭാഗം, ഇതാണ് 7ൻ്റെ സെൻറ്റർ ഭാഗം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ കാണണം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇതിൻ്റെ സെൻറ്റർ ഭാഗവും ഞാൻ കാണണം. മാർക്ക് ചെയ്തു. അങ്ങനെ 3 ഭാഗങ്ങളും കിട്ടി അല്ലേ. ഇങ്ങനെ 3 ഭാഗങ്ങളും കിട്ടി. ഇനി ഒരു 1/2 ഇഞ്ചോളം കറക്റ്റ് 1/2 ഇഞ്ചിയുടെ സ്ലീവ് മാർക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് ഈസി ആയിട്ട് കിട്ടാനുള്ളൊരു മാർക്കാട്ടത്. 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു, 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇങ്ങനെയാണ് 1/2 ഇഞ്ച് ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഉള്ളിലേക്കാണ് ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഇനി മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പോൾ ആം ഹോൾ കൊണ്ട് മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഈ ഒരു രീതിയിലാണ് ആം ഹോൾ കൊണ്ട് മാർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇവിടെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതല്ല ഫ്രീ ഹാൻഡ് ആയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഒരു ഇഞ്ചിൽ താഴേക്ക് വന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലൈനിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങോട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ലൈനിലേക്ക് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് മുട്ടണം. ഓക്കെ, ഇങ്ങനെ വന്നു. ഇത് ബാക്കിലെ പാർട്ടാണ്. ഇനി ഫ്രണ്ടിൽ ചുഴി
കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ചുഴിച്ച് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കാണ് നമ്മളിവിടെ ടച്ച് ചെയ്യുന്നതിന് പകരം ഈ സെൻറ്ററിലേക്കാണ് ടച്ച് ചെയ്യേണ്ടത്. കണ്ടല്ലേ, ഇവിടെ ടച്ച് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ അരഞ്ചെടുത്തില്ലേ അതിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലേ, അത് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റാണ്. ഇതിന് ശേഷം നമ്മുടെ ഈ അറ്റഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ സ്ലീവിൻ്റെ ഈ അറ്റഭാഗത്തുള്ള റൗണ്ടാണ്. 6 ഇഞ്ചിലാണ് റൗണ്ട്, 6 അല്ല 5 ഇഞ്ചോളം റൗണ്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4 ഇഞ്ചിക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കൈൻ്റെ തുടവണ്ണം എത്ര വേണം, ഇവിടെ ഒന്നും ഞാൻ ബാക്കിയുള്ള മാർക്ക് ഞാൻ ചെയ്യുന്നില്ല. നേരെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അതിനുശേഷം തയ്യൽ തുമ്പ് എന്നുള്ള രീതിയിൽ 1 ഇഞ്ചിക്ക് അത് വേറെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യാം നമുക്ക്. ഇവിടെ വരെ കട്ട് ചെയ്തതിന് ശേഷം ഈ കട്ടിങ് നേരെ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ, ആ ലൈനിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടും കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ രണ്ടും വേറെ വേറെ ആക്കിയിട്ട് ഇത് 2 സ്ലീവും വേറെ വേറെ ആക്കിയതിന് ശേഷം മാത്രം ഫ്രണ്ടിലെ ചുഴി കട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലത്തെ ഭാഗം മാത്രമായിട്ട് വേറെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞു, ഈ ഒരു സംഭവം കഴിഞ്ഞു, മടക്കി വെക്കാം. സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ നല്ല വശം, നല്ല പീസാണ്, അതായത് സാരി വന്ന് സ്ലീവിന് വേണ്ടിയിട്ട് നല്ല പീസാണ് ഇനി വേണ്ടത്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടാനാണ്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഷാളടക്കം കിട്ടണം എന്നാണല്ലോ. ഫുൾ സ്ലീവ് ആകുമ്പോൾ എനിക്ക് ഷാളടക്കം കിട്ടാനുള്ള ചാൻസ് കുറവാണ്. മിക്കവാറും എനിക്കങ്ങനെ കിട്ടിയില്ല എങ്കിൽ ഞാൻ ഈ ഫുൾ സ്ലീവ് എന്നുള്ളത് 3/4 സ്ലീവ് ആക്കും. അല്ല എങ്കിൽ ഈ ഫുൾ സ്ലീവിൻ്റെ താഴെഭാഗത്ത്, ഏറ്റവും താഴെഭാഗം ഉണ്ടല്ലോ, അവിടെ വേറെ എന്തെങ്കിലും ഒരു വർക്ക് മിക്കവാറും ഞാൻ കൊടുക്കും. നോക്കട്ടെ, ഈ ഒരു ലൈന് കറക്റ്റായിട്ട് എനിക്ക് കിട്ടണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് മാറ്റിയെടുത്തത്. നല്ല തുണിയിൽ ഞാൻ ചുഴിച്ച് വെട്ടിയിട്ടില്ല, സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുഴിച്ച് വെട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെ തന്നെ വെട്ടി മാറ്റി വെച്ചിരിക്കണം. ഓക്കെ, നമ്മുടെ ബോഡി യോക്കിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു, സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. നീളം വന്നതുകൊണ്ട് കേട്ടോ നമുക്ക് ഈ തികയായിക ഓരോ ഷാളിന് കിട്ടില്ലേ എന്നുള്ള ഡൗട്ട് വന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഫുൾ സ്ലീവ് ആണല്ലോ എടുത്തിട്ടുള്ളത്. മറിച്ച് ഇത് ഇങ്ങനെയുള്ളൊരു മോഡൽ അല്ലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും കിട്ടിയേനെ.